സാറിനെ പുറത്തുനിന്ന് കിട്ടിയാൽ ഞാൻ തീർക്കും, കൊന്നിടും എന്ന് പറഞ്ഞാൽ കൊന്നിടും. പാലക്കാട് ജില്ലയിലെ ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയുടെ ആക്രോശമാണിത്. പ്രിൻസിപ്പലിനെതിരെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചു വച്ചു എന്നതാണ് കാരണം. കേരളത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രോശങ്ങളും വിദ്യാർത്ഥികളിൽ നിന്നുള്ള ധിക്കാര മനോഭാവവും അഹങ്കാര സമീപനവും പുതുമയുള്ള കാര്യമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇതിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് അനുഭവിക്കുന്നവരാണ്. പലതും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ കാണുന്നില്ല, ഞാൻ കേട്ടില്ല, ഞാൻ കേൾക്കുന്നില്ല എന്ന മനോഭാവത്തിലാണ് അധ്യാപകരുള്ളത്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആത്യന്തികമായ നഷ്ടം കുടുംബത്തിനാണ്, രക്ഷിതാക്കൾക്കാണ്, സമൂഹത്തിനാണ്. എങ്ങനെ അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു നിന്നുകൊണ്ട് എങ്ങനെ മക്കളെ നന്നാക്കിയെടുക്കാം എന്നത് ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒന്നാണ്. നിയമങ്ങളുടെ പഴുത് വളരെ കൃത്യമായി നമ്മുടെ മക്കൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ആ വിദ്യാർത്ഥി പറയുന്നത്, എന്നെ നിങ്ങൾ ഹരാഷ് ചെയ്തിട്ടുണ്ട്, അതിന്റെ വീഡിയോ അടക്കം ഇവിടെ ഉണ്ട് എന്നതാണ്. ആ വീഡിയോ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു അധ്യാപകന്റെ ഒരു സംസാരത്തിൽ എന്തെങ്കിലും അധികമായി കഴിഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ അധ്യാപകന് പൊല്ലാപ്പായി, പുലിവാലായി. അതുകൊണ്ട് അധ്യാപകർ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. മക്കളോടൊന്നും പറയാൻ കഴിയുന്നില്ല. വിദ്യാർത്ഥികളെ ശിക്ഷണം എന്ന നിലക്ക് ഒരു ചെറിയ അടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കയർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, അത് വീട്ടിൽ പോയി രക്ഷിതാക്കളോട് പറഞ്ഞ് രക്ഷിതാക്കൾ അതൊരു പരാതിയാക്കി കഴിഞ്ഞാൽ അധ്യാപകർ വലിയ പ്രതിസന്ധിയിലാവുകയാണ്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ പറയുന്നത് മാത്രമല്ല വസ്തുത. നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയം അവർ സ്കൂളിലാണ്, അവർ അവരുടെ സ്ഥാപനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ സ്വഭാവ വിശുദ്ധിയും സ്വഭാവ വൈകല്യവും അധ്യാപകർക്കറിയാം. അതുകൊണ്ട് അവരെ നേർവഴിയിലാക്കാൻ ചില സംസാരങ്ങൾ, ചില സമീപനങ്ങൾ, ചില ശിക്ഷണങ്ങൾ അധ്യാപകർ നടത്തും. അത് നടത്തിക്കഴിഞ്ഞാൽ അതൊരു പരാതിയായി വീട്ടിൽ വന്ന് പറയുമ്പോഴേക്ക് വിദ്യാർത്ഥികളുടെ ഭാഗം പൂർണ്ണമായി കേൾക്കുകയും അധ്യാപകരെ തീരെ കേൾക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ വികലമായ വളർച്ചയ്ക്ക് കാരണമാകൂ എന്ന വസ്തുത രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അധ്യാപകരെ ബഹുമാനിക്കാൻ നാം മക്കളെ ശീലിപ്പിക്കണം. അവരെ ബഹുമാനിക്കാൻ രക്ഷിതാക്കളും തയ്യാറാകണം. നമ്മുടെ സമീപനവും നമ്മുടെ സംസാരവും നമ്മുടെ വീടകങ്ങളിലെ അധ്യാപകരെ കുറിച്ചുള്ള ചില സംസാരങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ മനോമുകുരങ്ങളിൽ അവർ അധ്യാപകരെ ബഹുമാനിക്കണോ, ബഹുമാനിക്കേണ്ടതില്ലേ എന്നതൊക്കെ തീരുമാനിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നന്നാക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്കൂളിൽ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ രക്ഷിതാക്കൾ വരണം, അവരെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും കാണണം, നമ്മുടെ മക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾക്ക് ഒരു ഉത്തരവാദിത്വ ബോധം തീർച്ചയായും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകും. പുതിയ കാലത്ത് സിനിമ മക്കളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയമല്ല. നമ്മുടെ കലാലയങ്ങളിലൊക്കെ എന്നു മുതലാണ് ഈ എന്നും അടി നടക്കുന്നത്?